തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ. കോടതി മാറ്റത്തെ തുടർന്ന് ഇന്നും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടു. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ജാമ്യം നൽകിയാൽ സ്വന്തം ഓഫീസിലെ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കുന്നു. പ്രതിഭാഗവും പ്രോസിക്യൂഷനും എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പറഞ്ഞു? വിജയകുമാർ, ഉച്ചയ്ക്ക് ശേഷം ജാമ്യാപേക്ഷയിൽ നമ്മൾ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും വിശദമായ വാദം ഇന്ന് കോടതി കേട്ടിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജാമ്യാപേക്ഷ ഇന്നലെ പരിഗണിച്ചത് 11ാം കോടതി, തിരുവനന്തപുരം മജിസ്ട്രേറ്റ് 11ാം കോടതിയായിരുന്നുവെങ്കിൽ ഇന്ന് മജിസ്ട്രേറ്റ് അവധിയായതിനാൽ 12ാം കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും വിശദമായ വാദം കേട്ടത്. പ്രധാനമായും പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ജാമ്യത്തെ ശക്തമായി ഇന്നും എതിർത്തു. ബെയിലിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ പ്രധാന വാദം. ഈ ഇരയുടെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടില്ല, അതുകൊണ്ട് ജാമ്യം ഇപ്പോൾ നൽകുന്നത് ശരിയാണോ എന്ന് കോടതി പരിഗണിക്കണം എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. അതേസമയം ബെയിലിൻ്റെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടാണ് ഇന്നും പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയത്. പ്രതിക്കും മർദ്ദനമേറ്റുന്ന പ്രതിഭാഗം ആവർത്തിച്ചു. ബെയിലിൻ്റെ നെറ്റിക്കും കണ്ണിലും മുറിവേറ്റു, വെറുതെ ഉണ്ടായ മുറിവല്ല അതെന്നും പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചു. ഇന്ന് BNS-ലെ 74ാം വകുപ്പിലാണ് പ്രധാനമായും വാദം നടന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം കോടതിയിൽ ശക്തമായി ഇന്ന് ആവർത്തിച്ചു. മാത്രമല്ല, പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ജാമ്യമില്ലാ കുറ്റം അത് നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം ഉയർത്തി. എന്നാൽ ജാമ്യമില്ലാ കുറ്റം ഒരെണ്ണം മാത്രമാണെന്നും അതുകൊണ്ട് പ്രതിക്ക് ഇനിയും ജാമ്യം തടഞ്ഞു വയ്ക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം കൂട്ടിച്ചേർത്തിരുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കും, കാരണം സാക്ഷികൾ ഈ പ്രതിയുടെ ജീവനക്കാരാണ് എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയെന്നാൽ ഈ കേസിൻ്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചുകൊണ്ട് പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പറയുന്നതിലേക്ക് കോടതി മാറ്റിയത്. ബാർ അസോസിയേഷനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ന് ഇവരുടെ, അതായത് മർദ്ദനമേറ്റ അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ശബ്ദരേഖയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം വിധിയുണ്ടാകും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.